ഹായ് എവരി വൺ, എൻ്റെ പേര് അനീസ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അതിനായി എന്താണ് അക്കൗണ്ടിങ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ഇതാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ. ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. According to American Institute of Certified Public Accounts, defined as an art and science of recording, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the result thereof. അതായത് ഒരു സ്ഥാപനത്തിൽ പണമിടപാടുകൾ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുകയോ ക്ലാസിഫൈ ചെയ്യുന്നു, തരംതിരിക്കുകയോ ആണ് സമ്മറൈസിങ്, സംഗ്രഹിച്ച് ക്രോഡീകരിക്കുകയും ചെയ്ത് അതിൻ്റെ റിസൾട്ട് മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഏതെന്ന് നോക്കാം. Accounts are classified into two: personal accounts and impersonal accounts. Then the personal accounts are subclassified into three: natural personal account, artificial personal account, representative personal account. Next, impersonal accounts are subclassified into two: real account and nominal account. ഇനി നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ദീസ് അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനീസ് എക്സെട്ര. വ്യക്തികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ലെഡ്ജർ അക്കൗണ്ടിനെയും പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. പേഴ്സണൽ അക്കൗണ്ടിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ, റെപ്രസെൻറ്റേറ്റീവ്. നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു എ ലിവിങ് ഹ്യൂമൻ ബീയിങ് വിത്ത് സെർട്ടൈൻ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അണ്ടർ ദ ലോ. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ കീഴിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ റൈറ്റ്സുമുള്ള വ്യക്തികളെയാണ് നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: കമൽസ് അക്കൗണ്ട് ആൻഡ് അനൂസ് അക്കൗണ്ട്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ അക്കൗണ്ട്. It is an entity created by law and given certain legal rights and duties of human being. സാധാരണ ഒരു വ്യക്തിയെപ്പോലെ തന്നെ നിയമത്തിൻ്റെ എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉള്ള ഒരു എൻറ്റിറ്റി, ഒരു സംരംഭത്തെയാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഫേംസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. നെക്സ്റ്റ് ആണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ആൻ അക്കൗണ്ട് ഡയറക്ട്ലി റെപ്രസെൻറ്റിംഗ് എ പേഴ്സൺ ഓർ പേഴ്സൺസ് ഈസ് നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ട്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ഡയറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടുകളെയാണ് റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: പ്രീപെയ്ഡ്, ഇൻഷുറൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് എക്സെട്ര. അടുത്ത അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. ഇത് ഒരു നോൺ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇറ്റ് ഈസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് റിലേറ്റിംഗ് ടു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അതർ ദാൻ പീപ്പിൾ അക്കൗണ്ട്. അസറ്റ്സ്, ആസ്തിയും ലയബിലിറ്റീസ്, ബാധ്യതകളും റിലേറ്റ് ചെയ്തിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, ഗുഡ്വിൽ അക്കൗണ്ട് എക്സെട്ര. നെക്സ്റ്റ്, നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് പെർട്ടൈനിങ് ടു ഓൾ ഇൻകം, എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഗെയിൻസ്. എല്ലാ ഇൻകം, വരുമാനങ്ങളും, എക്സ്പെൻസസ്, ചെലവുകളും, ലോസസ് ആൻഡ് ഗെയിൻസ്, എല്ലാ നഷ്ടലാഭങ്ങളും റിലേറ്റ് ചെയ്തിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ടിനെയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. ഇനി നമുക്ക് ഈ ഓരോ അക്കൗണ്ട്സിൻ്റെയും റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ.
എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലോട്ട് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തരുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആളെയാണ് റിസീവർ എന്ന് പറയുന്നത്. അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നയാളെ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ, ക്യാഷ് പെയ്ഡ് ഇൻ ടു രാജു എന്ന് പറഞ്ഞാൽ രാജുവിന് ക്യാഷ് കൊടുത്തു. ഇതിൽ ക്യാഷ് കിട്ടിയ ആൾ രാജുവും കൊടുത്തത് ബിസിനസ് സ്ഥാപനവുമാണ്. അപ്പോൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുകയും രാജുവിനെ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എൻട്രി രാജുസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ്. നെക്സ്റ്റ് ആണ് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതിൽ ഡെബിറ്റ് ചെയ്യുന്നത് ബിസിനസ്സിലോട്ട് എന്താണോ വന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് പോയത് എന്താണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ, സോൾഡ് ഫർണിച്ചർ. സോൾഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ വിറ്റു. ഫർണിച്ചർ വിറ്റപ്പോൾ ബിസിനസ്സിൽ നിന്ന് പോയത് ഫർണിച്ചറും കിട്ടിയത് ക്യാഷുമാണ്. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുകയും ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴുള്ള എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഫർണിച്ചർ. നെക്സ്റ്റ് ആണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എക്സ്പെൻസ്, ലോസസ് ചെലവുകളെയും നഷ്ടങ്ങളെയും ഡെബിറ്റ് ചെയ്യുകയും ഇൻകംസ് ആൻഡ് ഗെയിൻസ് വരുമാനവും ലാഭവും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും അതിൻ്റെ റൂൾസും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.